എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ ഇങ്ങ് അടുക്കാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസ് കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 2024 ഏപ്രിൽ മാസത്തിലെ 2024 ഒക്ടോബർ മാസത്തിൽ നടന്ന പരീക്ഷ, 2025 ഏപ്രിൽ മാസത്തിൽ നടന്ന പരീക്ഷ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വിശകലനം ചെയ്തിട്ട് അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ സെലക്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ആ ഒരു വീഡിയോസ് കാണാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ കാണുകയല്ല ചെയ്യേണ്ടത്, പഠിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വീഡിയോ ചെയ്യുന്ന കൂട്ട് നിങ്ങൾ കണ്ടുപോകാനും പറയില്ല, പഠിച്ചു പോവുകയാണ് ചെയ്യേണ്ടത്. ഓരോ വീഡിയോയും കാണുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒപ്പം തന്നെ പഠിച്ചു പോകാനായിട്ടൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ NIS +2 വിദ്യാർത്ഥികളുടെ സോഷ്യോളജിയുടെ 2025 നടന്ന പരീക്ഷ, 2025 ഏപ്രിൽ മാസത്തിൽ നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് MCQ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ LBയിൽ ഇപ്പോൾ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. 2026 ഒക്ടോബർ മാസത്തിലായിരിക്കും പരീക്ഷ വരുന്നത് കേട്ടോ. അപ്പോൾ 2026 ഒക്ടോബർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പം അതിൻ്റെ അഡ്മിഷൻ്റെയും രജിസ്ട്രേഷൻ്റെ ഒക്കെ സമയമാണ്. ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, 6 മാസം കൊണ്ട് നമ്മുടെ ഓപ്പൺ സ്കൂൾ വഴി SSLC +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. താല്പര്യമുള്ളവരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നോക്കിയേ, സോഷ്യോളജി നമുക്ക് പരീക്ഷയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. 100 മാർക്കിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ കോഡ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡും അതുപോലെ തന്നെ സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും തെറ്റിച്ച് കളഞ്ഞേക്കില്ല. ഇതുണ്ടോ, ഇതാണ് കോഡ് നമ്പർ, ഇതാണ് സെറ്റ് A ആണോ B ആണോ C ആണോ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും തെറ്റിക്കാതെ വേണം നമ്മുടെ ആ OMR ഷീറ്റൊക്കെ ഫില്ല് ചെയ്യുമ്പം കേട്ടോ. അതൊക്കെ കറക്റ്റായിട്ടൊന്ന് എഴുതാനായിട്ട് ശ്രദ്ധിച്ചോണേ. ഇനി ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയണില്ല, കാരണം നമുക്ക് പഠിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നമ്മൾ അധികം എക്സ്പ്ലനേഷൻ നൽകുന്നില്ല. സോ അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 49 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് മൊത്തം കേട്ടോ. ഇനി നമുക്ക് സെക്ഷൻ എയിലെ കുറച്ച് MCQ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചു പോകാം. ഓക്കെ, നോക്കിക്കേ. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഹിസ്റ്ററി ബേസസ് ഇറ്റ്സെൽഫ് ഓൺ ആൻ അനാലിസിസ് ഓഫ് ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ സോഷ്യോളജിയിൽ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതായത് നമ്മുടെ സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, അല്ലെങ്കിൽ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള ബന്ധം, അങ്ങനെ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. സോ ആ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണിത് കേട്ടോ. ഹിസ്റ്ററി ബേസസ് ഇറ്റ്സെൽഫ് ഓൺ ആൻ അനാലിസിസ് ഓഫ് ഡാഷ്. എന്താണ് ആൻസർ വരേണ്ടത്? ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണോ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത്? അല്ല. ജനറൽ സ്റ്റഡീസ് ആണോ? അതുമല്ല. കമ്പാരിറ്റീവ് ഡേറ്റ ആണോ? അല്ല. എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ഡോക്യുമെൻറ്റ്സിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അല്ലേ. നമുക്കറിയാം, ഹിസ്റ്ററി എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാല കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഡോക്യുമെൻറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം ചരിത്രം എന്ന് പറയുന്നത് എന്തിൻ്റെ വിശകലനത്തിന് അടിസ്ഥാനമാക്കിയുള്ളതാണ്? ഡോക്യുമെൻറ്റ്സിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ B ആണ് അവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. എക്കണോമിക് സ്റ്റഡീസ് ദ ആസ്പെക്ട്സ് ഓഫ് ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്കണോമിക്സ് ഇല്ല, ഇതും ആ ചാപ്റ്ററിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്കണോമിക് സ്റ്റഡീസ് ദ ആസ്പെക്ട്സ് ഓഫ് ഡാഷ്. പ്രൊഡക്ഷൻ ആണോ, എക്സ്ചേഞ്ച് ആണോ, ഡിസ്ട്രിബ്യൂഷൻ ആണോ, അതോ ഓൾ ഓഫ് ദ എബവ് ആണോ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എക്കണോമിക്സ് എന്താണ്? സാമ്പത്തിക ശാസ്ത്രമാണ് അല്ലേ. അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ എന്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പഠനശാഖ എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഓപ്ഷൻ A പ്രൊഡക്ഷൻ ആണോ, ഓപ്ഷൻ B ഡിസ്ട്രിബ്യൂഷൻ ആണോ, ഓപ്ഷൻ C എക്സ്ചേഞ്ച് ആണോ, ഓപ്ഷൻ D ഓൾ ഓഫ് ദി എബവ് എന്നുള്ളതാണോ ആൻസർ വരുന്നത്? ഏതാണ്? എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് എന്തെല്ലാം വരുന്നുണ്ട്? പ്രൊഡക്ഷൻ വരുന്നുണ്ട്, എക്സ്ചേഞ്ച് വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട് അല്ലേ. ഈ കാര്യങ്ങളെല്ലാത്തിനെയും കുറിച്ചുള്ള ഒരു പഠനശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? ആൻസർ D ആണല്ലേ. ഓപ്ഷൻ D ഓൾ ഓഫ് ദി എബവ് എന്നുള്ള
എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നേ. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മാച്ചസ് ടു വില്ലേജ് ലൈഫ്, അതായത് നമ്മുടെ വില്ലേജ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത് താഴെ തന്നിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വില്ലേജ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രാമീണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? നോക്കിക്കേ, ഇൻഡിവിജ്വലിസം ആണോ, ഗ്രൂപ്പ് ഫീലിംഗ് എന്നുള്ളതാണോ, അർബൻ ഓറിയൻറ്റഡ് എന്നുള്ളതാണോ, ടെക്നോസെൻട്രിക് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഗ്രാമീണ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്, ഒരു കൂട്ടായ്മയാണ് അല്ലേ, ഒരു കൂട്ടായ്മയാണ്. അവിടെ ഒരിക്കലും ഇൻഡിവിജ്വൽസ് ഒന്നും വരത്തില്ല അല്ലേ. ഒരു വില്ലേജ് ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, എന്താ, ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ആണ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. ബാക്കിയൊന്നും നമുക്ക് അർബൻ ഓറിയൻറ്റഡ് ഒന്നും അല്ല, അതുപോലെ തന്നെ ടെക്നോസെൻട്രിക് അല്ലേ, സാങ്കേതികപരമായിട്ടുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു ഒന്നും അല്ല വില്ലേജ് ലൈഫ് എന്ന് പറയുന്നത്. സോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെല്ലാം തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണെന്ന് അല്ലേ. ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ആണ് വില്ലേജ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ബന്ധപ്പെട്ട ഒരു വേർഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു കൂട്ടായ്മ ബോധമാണ് വില്ലേജ് ലൈഫിൽ വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായ ഉത്തരം. അടുത്ത് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. നാലാമത്തെ ചോദ്യം നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. നമുക്ക് ഓൾറെഡി ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ളതാണ് അല്ലേ. സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. സോ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിൽ അല്ലെങ്കിൽ വ്യത്യാസത്തിലെ പ്രധാനപ്പെട്ട എലമെൻ്റ് ഏതാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഘടകം താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി, ഓപ്ഷൻ എ എന്താണ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നുള്ളതാണോ, ഓപ്ഷൻ ബി ലൈക്ക്നെസ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണോ, ഓപ്ഷൻ സി ഡെഫിനറ്റ് ലൊക്കാലിറ്റി എന്നുള്ളതാണോ, ഓപ്ഷൻ ഡി സെൻറ്റിമെൻറ്റ് ഓഫ് വൺനെസ് എന്നുള്ളതാണോ ശരിയായിട്ടുള്ള ആൻസർ. ഏതാണ്? നമുക്കറിയാം കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, ഡെഫിനറ്റ് ലൊക്കാലിറ്റി എന്നുള്ളതാണ്. അതാണ് കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ താഴെ തന്നിരിക്കുന്നതിനായിട്ട് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താ, ഏകദേശം സെയിം തന്നെയാണല്ലേ. ഇപ്പോൾ കമ്മ്യൂണിറ്റി എടുത്താലും സൊസൈറ്റി എടുത്തു കഴിഞ്ഞാലും ബാക്കിയെല്ലാം ഏകദേശം സെയിം തന്നെ വരും. പക്ഷേ ഡെഫിനറ്റ് ലൊക്കാലിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അല്ലേ, നമുക്കറിയാവുന്നതാണ്. അതായത് നമുക്കറിയാം, ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വലുതും അല്ലെങ്കിൽ വിശാലവുമായിട്ടുള്ള ഒന്നാണ് അല്ലേ. എന്നാൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറുതും അതുപോലെ തന്നെ ഒരു പരിമിതമായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രദേശം ഇതിന് നിർബന്ധമായിട്ടുള്ള ഒന്നാണ് അല്ലേ. സോ നമുക്കതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാവുന്നതാണ് കമ്മ്യൂണിറ്റി സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ സി തന്നെയാണ് അല്ലേ. ഇനി അടുത്ത് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ചോദ്യം നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ ടെറിട്ടോറിയൽ ബേസിസ് അല്ലേ. ടെറിട്ടോറിയൽ ബേസിസ് അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശവുമായിട്ടൊക്കെ അടിസ്ഥാനമായിട്ട് വരുന്നത് താഴെ പറയുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്? സൊസൈറ്റി ആണോ, ഗ്രൂപ്പാണോ, ക്ലബ്ബാണോ, അതോ കമ്മ്യൂണിറ്റി ആണോ? നമുക്കറിയാം ടെറിട്ടോറിയൽ ബേസിസ് എന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി ആണ് കേട്ടോ. ടെറിട്ടോറിയൽ ബേസിസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റിയാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ചോദ്യം നോക്കിക്കേ, എൻഡോഗമി ഈസ് എ കസ്റ്റം ദാറ്റ് റിക്വയർസ് മാരേജ് വിത്തിൻ വിച്ച് കാസ്റ്റ് ഓർ ഗ്രൂപ്പ് അല്ലേ. നമുക്കറിയാം, നമ്മുടെ LB പഠിക്കുന്ന സ്റ്റുഡൻസിനോട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എക്സോഗമി, എൻഡോഗമി, ഹൈപ്പർഗമി, ഹൈപ്പോഗമി, മോണോഗമി. ഈ സാധനങ്ങളെല്ലാം പഠിച്ചു വെച്ചോണം. ഈ ഭാഗത്തുനിന്ന് എന്തായാലും 100% ഉറപ്പാണ് ചോദ്യം വരും എന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ആ ഭാഗത്തുനിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്കറിയാം എൻഡോഗമി എന്ന് പറയുന്നത് എന്താണ്, ഒരു ആചാരമാണ് അല്ലേ. അപ്പോൾ അതെന്താ പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് റിക്വയർസ് മാരേജ് വിത്തിൻ വിച്ച് കാസ്റ്റ് ഓർ ഗ്രൂപ്പ്. അപ്പോൾ ഏത് കാസ്റ്റിലുള്ള അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വരുന്ന അല്ലെങ്കിൽ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു ആചാരമാണ് ഈ എൻഡോഗമി എന്ന് പറയുന്നത്. അപ്പർ കാസ്റ്റിലുള്ളവർക്കാണോ, ഇനി ഔട്ട്സൈഡ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കുള്ള ഒരു ആചാരമാണോ എൻഡോഗമി എന്ന് പറയുന്നത്? വൺസ് ഓൺ ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണോ, അല്ലെങ്കിൽ ലോവർ കാസ്റ്റിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആചാരമാണോ എൻഡോഗമി എന്ന് പറയുന്നത്? ഏതാണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്? നമുക്കറിയാം എൻഡോ എന്ന് പറയുമ്പോൾ വൺസ് ഓൺ ഗ്രൂപ്പാണ് അല്ലേ. അതായത് സ്വന്തം, അതായത് അവളായിക്കോട്ടെ അവനായിക്കോട്ടെ അവരുടെ സ്വന്തം സംഘത്തിൽ വരുന്ന അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഗ്രൂപ്പിൽ വരുന്ന ആളുകളിൽ
നടത്തുന്ന ആ ഒരു മാരേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻഡോഗമി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏതാ വരുന്ന ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഔട്ട്സൈഡ് ഗ്രൂപ്പാണ്. ഓക്കെ, വൺസ് ഓൺ ഗ്രൂപ്പ് ആണെങ്കിൽ എൻഡോഗമിയും ഔട്ട്സൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എക്സോഗമിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായാലും എൻഡോഗമി ആയതുകൊണ്ട് വൺസ് ഓൺ ഗ്രൂപ്പ് ആണെന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ് ഹാസ് ലെഡ് ടു ഡാഷ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് ഡെത്ത് അല്ലേ, നമുക്ക് മരണനിരക്കിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞത്, ഡെത്ത് റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മരണനിരക്കിലെ കുറവ്, ഡിക്ലൈൻ അല്ലേ, കുറവെന്ന് പറയുന്നത് ഇന്നതിലേക്ക് എന്താണ് നയിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ് ഹാസ് ലെഡ് ടു ഏതാണ്, ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ആണോ, ഇനി ഡിക്രീസ്ഡ് പോപ്പുലേഷൻ ആണോ, സ്റ്റേബിൾ എക്കണോമി ആണോ, അൺഎംപ്ലോയ്മെൻ്റ് ആണോ, ഏത് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ് ഹാസ് ലെഡ് ടു ഏതാണ്, മരണനിരക്കിലെ കുറവെന്ന് പറയുന്നത് ഏതാ, ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ അല്ലേ. പോപ്പുലേഷൻ അതായത് ജനസംഖ്യ വർധനവിന് കാരണമായി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് പോപ്പുലേഷൻ എക്സ്പ്ലോഷനൊക്കെ പഠിക്കാനുള്ളതാണ് സോഷ്യോളജിയിൽ. സോ ആ ഒരു അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലേ, പോവേർട്ടി എന്താണ്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. പോപ്പുലേഷൻ എക്സ്പ്ലോഷന് അല്ലേ, കറപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പാഠത്തിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ ഒരു ഇതിൻ്റെ ആൻസർ എന്തായാലും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ചോദ്യം നോക്കിക്കേ, അക്ബർ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ എംബ്രൈസ് പ്രൊപ്പഗേറ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് വിച്ച് സ്റ്റേറ്റ് റിലീജിയൻ അല്ലേ. അതായത് നമുക്കറിയാം, നമ്മുടെ മുഗൾ എംബ്രൈസിനെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു രാജാവാണ് നമ്മുടെ അക്ബർ ചക്രവർത്തി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹം ഏത് രാജ്യമതത്തിൻ്റെ ആശയമാണ് പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്, നമുക്കറിയാം നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ് അല്ലേ, അക്ബർ ചക്രവർത്തിയുടെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ്. സോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതെന്ന് പറയുന്നത്, ദിൻ ഇലാഹി എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഹിസ്റ്ററിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും 100% ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ് അല്ലേ. അപ്പോൾ ഏതാണ് നമ്മുടെ ദിൻ ഇലാഹി എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ചോദ്യം നോക്കിയേ, ഡ്യൂറിങ് ത്രേത യുഗ് ദ ജാദവാസ് വെയർ എന്താ പറഞ്ഞിരിക്കുന്നത്, ത്രേതായുഗത്തിൽ അല്ലേ ജാതവന്മാർ ഏതായിരുന്നു അല്ലെങ്കിൽ ഇന്നതായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂറിങ് ത്രേതായുഗ് ദ ജാദവാസ് വെയർ ഏതായിരിക്കും ശരിയായിട്ടുള്ള എന്താണ് ഉത്തരം എന്ന് പറയുന്നത്, ബ്രാഹ്മിൻസ് ആണോ, ക്ഷത്രിയാസ് ആണോ, ശൂദ്രാസ് ആണോ, അല്ലെങ്കിൽ വൈശ്യാസ് ആണോ, ഏതാ വരിക, ഓപ്ഷൻ ബി ആണ് അല്ലേ. ക്ഷത്രിയാസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. ഓർത്ത് വെക്കുക, ഡ്യൂറിങ് ത്രേതായുഗ് ദ ജാദവാസ് വെയർ ക്ഷത്രിയാസ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. 10ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്, Zoroastrianism is one of the most ancient living religions with a history of dash. Zoroastrianism is one of the most ancient living religions with a history of dash. ഓൾറെഡി നിങ്ങൾ ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ തവണയും ചോദിക്കുന്നതാണ്. സൊറോസ്ട്രിയനിസം എന്ന് പറയുന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കി വയ്ക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഈ സെയിം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കി വെക്കണം എന്ന് പറയുന്നത്. കാരണം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്. സൊറോസ്ട്രിയനിസം ഒക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്, ഏതാണ്, ഡി ആണ് കേട്ടോ. 3000 ഇയേഴ്സ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. സൊറോസ്ട്രിയനിസം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഏൻഷ്യന്റ് ലിവിങ് റിലീജിയൻസ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയുന്നത് 3000 ഇയേഴ്സ് കേട്ടോ. ഓർത്ത് വെക്കണേ. അപ്പോൾ സൊറോസ്ട്രിയനിസം 3000 ഇയേഴ്സ് ഇപ്പം തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ബാക്കി 11 തൊട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലെന്തി ആയിട്ടുള്ള വീഡിയോ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടും ഒരു സുഖം തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം ഇത് തന്നെയായിരിക്കും എക്സാംസിന് വരിക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. സോ ഇതൊക്കെ ഈ ഒരു ഭാഗം നന്നായിട്ട് നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്
റിപ്പീറ്റ് ആയിട്ട് വരുമെന്ന് നമ്മൾ പറയുന്നില്ല. ഈ ചോദിച്ചിരിക്കുന്ന ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത പാർട്ട് 2-ൽ അടുത്ത ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ നമ്മുടെ ഇനി എക്സാമാണ് വരുന്നത്, അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മുടെ ചാനൽ ലൈവ് ആയിട്ടുള്ള രീതിയിലും വീഡിയോ ആയിട്ടുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നിർത്തുന്നു. NOS സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.